+2 പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യ ചാപ്റ്റർ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ. നമുക്കറിയാം 1947 ഓഗസ്റ്റിൽ ഇന്ത്യ സ്വതന്ത്രമായില്ലേ. അതോടെ 200 വർഷത്തോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് കോളനി വാഴ്ച അല്ലെങ്കിൽ അധിനിവേശം അവസാനിച്ചു. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായി. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരവും ഏറ്റു. അന്ന് രാത്രിയിൽ ചേർന്ന ഒരു പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തി. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിലാണ് ഈ പ്രസംഗം അറിയപ്പെടുന്നത്. വൺവേടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗമാണ്. ദേശീയ പ്രസ്ഥാനത്തിൽ വിവിധ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ 2 ലക്ഷ്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഒന്ന്, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് സ്ഥാപിക്കണം. രണ്ടാമത്തത്, എല്ലാവരുടെയും നന്മക്കായി ആ ഗവൺമെൻറ് പ്രവർത്തിക്കുകയും വേണം, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഈ 2 ലക്ഷ്യങ്ങളാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടത്. ഇനി പറയുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികളാണ്. പ്രധാനമായും 3 വെല്ലുവിളികളാണ് സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. 1, രാഷ്ട്രനിർമ്മാണം. 2, ജനാധിപത്യ സ്ഥാപനം. 3, സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് രാഷ്ട്രനിർമ്മാണം. സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളിയാണ് രാഷ്ട്രനിർമ്മാണം എന്നുള്ളത്. ഒരു ഭൂഖണ്ഡത്തിൻ്റെ വലിപ്പവും വൈവിധ്യവുമുള്ള നാടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലേ. ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ മതങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളുള്ള ഒരു വലിയ ഒരു നാടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏകീകൃത രാഷ്ട്രത്തിന് രൂപം നൽകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. രണ്ടാമത്തെ ഒരു വെല്ലുവിളിയാണ് ജനാധിപത്യ സ്ഥാപനം എന്ന് പറയുന്നത്. ഭരണഘടനയ്ക്ക് അനുസൃതമായ ജനാധിപത്യ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു സ്വാതന്ത്ര്യം ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്കറിയാം, പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യ സമ്പ്രദായമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്, അല്ലേ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് മൗലികാവകാശങ്ങളും പ്രായപൂർത്തി വോട്ടവകാശമൊക്കെ നൽകിയിട്ടുണ്ട്. ആ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ ഇന്ന് തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജനാധിപത്യ സ്ഥാപനം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. മൂന്നാമത്തെ ഒരു വെല്ലുവിളിയാണ് സമൂഹത്തിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നതാണ് രാജ്യം നേരിട്ട മൂന്നാമത്തെ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, നിരക്ഷരത തുടങ്ങിയ നിലനിൽക്കുന്ന ഇന്ത്യയിൽ സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും നയങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പോൾ ഈ 3 വെല്ലുവിളികളാണ് സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രനിർമ്മാണം, ജനാധിപത്യ സ്ഥാപനം, സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. ഇനി പറയുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ രൂപീകരണത്തിന് ദേശീയ നേതാക്കൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു. പറയുന്നത് വിഭജന പ്രക്രിയ. 2, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3, ഭാഷാ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക. ഈ 3 പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ രൂപീകരണത്തിന് ദേശീയ നേതാക്കൾ നേരിട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, 3 വെല്ലുവിളികൾ പറഞ്ഞല്ലേ, അതിലൊന്നായിരുന്നു രാഷ്ട്രനിർമ്മാണം എന്ന് പറയുന്നത്. ആ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ താഴെ വരുന്നതാണ് ഈ 3 കാര്യങ്ങൾ. ഓക്കെ, ഒന്നാമതാണ് വിഭജന പ്രക്രിയ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ വിഭജന പ്രക്രിയയും തുടർന്നുണ്ടായ വർഗീയ ലഹളകളും രാഷ്ട്രനിർമ്മാണത്തിലെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ രൂപീകരണം എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചൊന്നുമില്ല. മറ്റൊന്ന്, മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിഭജിച്ച് കിടക്കുന്ന മേഖലകളായിരുന്നു. അതുകൊണ്ട് തന്നെ വിഭജന പ്രക്രിയ എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. വിഭജനത്തെ തുടർന്ന് അതിർത്തിയുടെ ഇരുഭാഗത്തുമുള്ള ന്യൂനപക്ഷങ്ങൾ നിരവധി അക്രമങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ട്. വിഭജന പ്രക്രിയയുടെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്?
മതങ്ങളുടെ പേരിൽ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു, അല്ലേ? മുസ്ലിം, ഹിന്ദു, ഇന്ത്യ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അഭയാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ആക്രമണങ്ങൾക്ക് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകളാണ് ആക്രമണങ്ങൾക്ക് ഇരയാവുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾ, വീട്, സ്വത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു. രാജ്യത്തുടനീളം ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ രൂക്ഷമായ കലാപങ്ങൾ നടന്നു. സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. വിഭജനത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ഇരകൾ എന്ന് പറയുന്നത് അത് സ്ത്രീകളും കുട്ടികളും തന്നെയായിരുന്നു. രണ്ടാമത്തതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യയിൽ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും മറ്റൊന്ന് നാട്ടുരാജ്യങ്ങളും, അല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ്. നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരാണ്. അതും ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെയായിരുന്നു ഏതാണ്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് വേർതിരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നു. ഏതാണ്ട് 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നു. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിന് ഭരണകൂടം സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നിയമിച്ചത്. ശ്രദ്ധിക്കാം, സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി ഭരണകൂടം നിയമിച്ചിരുന്നത്. അങ്ങനെ മിക്ക നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിച്ചു. എന്നാൽ ചില നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഏതൊക്കെയാണ് ആ നാട്ടുരാജ്യങ്ങൾ? തിരുവിതാംകൂർ, ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, മണിപ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചില്ല. അവർ അതിനെ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച ഒരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് എന്ന് പറയുന്നത്. അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. നൈസാമായിരുന്നു ഹൈദരാബാദിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. തൻ്റെ രാജ്യത്തെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ലയിക്കാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായും അത് ഇന്ത്യക്കുള്ളിൽ തന്നെ നിൽക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ 1947 നവംബറിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി ഒരു യഥാസ്ഥിതി കരാറിൽ ഒപ്പുവെച്ചു. തൻ്റെ രാജ്യത്തെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഒപ്പുവെക്കപ്പെട്ടത്. എന്നാൽ ഇതിനിടെ ഹൈദരാബാദിലെ ജനങ്ങൾ നിസാമിൻ്റെ ഭരണത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ആ പ്രക്ഷോഭങ്ങൾ വളരെ വലിയ രീതിയിൽ കരുത്താർജിക്കുകയും ചെയ്തു. നിസാമിൻ്റെ മർദ്ദക ഭരണത്തിൻ്റെ ഇരകളായ തെലങ്കാന മേഖലയിലെ കർഷകർ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു. നിസാമിൻ്റെ ഭരണത്തിന് കീഴിൽ ഏറ്റവും മോശമായി പീഡനം അനുഭവിച്ചവരായിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത്. ആ സ്ത്രീകളും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ കരുത്താർജിച്ചപ്പോൾ പാകിസ്ഥാനുമായി ഒരു രഹസ്യബന്ധം സ്ഥാപിക്കുകയും തനിക്കെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നിസാം പരിശ്രമിക്കുകയും ചെയ്തു. മുസ്ലിം മതഭ്രാന്തന്മാരുടെ ഭീകര ഗ്രൂപ്പായ റസാക്കാർ എന്ന അർദ്ധസൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് അദ്ദേഹം ഇന്ത്യക്കകത്ത് വളരെ വലിയ രീതിയിൽ ഭീകര കാഴ്ചകൾ കാഴ്ചവെട്ടു. റസാക്കാർമാർ നടത്തിയ ക്രൂരതകൾക്ക് അതിരുണ്ടായിരുന്നില്ല. അമുസ്ലിങ്ങളാണ് മുഖ്യമായും ഇരകളായിരുന്നത്. മാത്രമല്ല ഹൈദരാബാദിലൂടെ കടന്നു പോകുന്ന തീവണ്ടികൾ വരെ റസാക്കന്മാർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ഥിതിഗതികൾ അത്യധികം വഷളായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സൈനികമായി ഇടപെടാൻ തീരുമാനിച്ചു. 1948 സെപ്റ്റംബറിൽ ഇന്ത്യൻ പട്ടാളം ഹൈദരാബാദിൽ പ്രവേശിക്കുകയും ഏതാനും ദിവസത്തെ പോരാട്ടത്തിനു ശേഷം നിസാം കീഴടങ്ങുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഹൈദരാബാദ് ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു മണിപ്പൂർ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിലെ മഹാരാജാവായ ബോധചന്ദ്ര സിംഗ് ഇന്ത്യ ഗവൺമെൻറ്റുമായി ലയന കരാറിൽ ഒപ്പുവെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മണിപ്പൂരിൻ്റെ ആഭ്യന്തര സ്വയംഭരണം നിലനിർത്തുമെന്ന ഉറപ്പിന്മേലാണ് ഈ മഹാരാജാവ് ഈ ലയന കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായത്. എന്നാൽ 1948 ജൂണിൽ പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം എന്ന ബഹുമതിക്ക് മണിപ്പൂർ അർഹമായി. വൺവേടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ പ്രദേശമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മണിപ്പൂരിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുന്ന കാര്യത്തിൽ മണിപ്പൂരിലെ നിയമനിർമ്മാണ സഭയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 1949 സെപ്റ്റംബറിൽ മഹാരാജാവിൻ്റെ മേൽ സമ്മർദ്ദവും സ്വാധീനവും ചെലുത്തി അദ്ദേഹത്തെ കൊണ്ട് ലയന കരാറിൽ ഒപ്പുവെപ്പിക്കുന്നതിൽ ഇന്ത്യ ഗവൺമെൻറ് വിജയിക്കുകയും അങ്ങനെ മണിപ്പൂരും ഇന്ത്യയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തേതാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന.
രാഷ്ട്രനിർമ്മാണത്തിൽ നേരിടേണ്ടി വന്ന മറ്റൊരു വെല്ലുവിളിയാണ് സംസ്ഥാനങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി മദ്രാസ് പ്രവിശ്യകളിൽ നിന്നും വേർപ്പെടുത്തി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശാല ആന്ധ്ര മൂവ്മെന്റ് പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിനായി നിരാഹാരമനുഷ്ഠിച്ച പോറ്റി ശ്രീരാമലുവിൻ്റെ മരണം പ്രക്ഷോഭത്തെ ആളിക്കത്തിച്ചു. അപ്പോൾ ഇതിനായി നിരാഹാരം കടന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. വൺവേഡായിട്ട് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കാം. തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് 1953 ഫസൽ അലി ചെയർമാനായുള്ള സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്, ആ കമ്മീഷനെ നിയമിച്ചു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടന നിയമം പാസ്സാക്കുകയും ഈ നിയമപ്രകാരം 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരികയുണ്ടായി. ഇനി പറയുന്നത് ദ്വിരാഷ്ട്ര സിദ്ധാന്തം. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമായിരുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ വക്താവായിരുന്നു മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗ് നേതാവാണ്. എന്താണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ? ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യൻ ജനത ഒന്നല്ല, മറിച്ച് രണ്ടാണ്. ഒന്ന് മുസ്ലിം ജനതയും മറ്റൊന്ന് ഹിന്ദു ജനതയും. ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിച്ചതിനുള്ള പ്രധാന ഒരു കാരണമെന്ന് പറയുന്നത് ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ്. ഇനി ഈ ചാപ്റ്ററിലെ ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാര്? ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിച്ച സിദ്ധാന്തം ഏത്? നമുക്ക് തൊട്ടു മുമ്പ് പറഞ്ഞു ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ വക്താവായിരുന്ന മുസ്ലിം ലീഗ് നേതാവാരാണ്? മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യ വിഭജനത്തെ എതിർത്ത വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നേതാവാര്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ അറിയപ്പെടുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചതാര്? സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. മിക്ക നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന കരാർ ഏത്? ലയന കരാർ. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാശ്മീർ, ജുനഗഡ്, തിരുവിതാംകൂർ, ഹൈദരാബാദ്, മണിപ്പൂർ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാ? മണിപ്പൂരാണ്. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ വ്യക്തി ഏത്? ആര്? പോറ്റി ശ്രീരാമലു. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം 1953 ആന്ധ്ര സംസ്ഥാനം. സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ നിയോഗിച്ചത് എന്നാണ്? ഏതു വർഷമാണ്? 1953 സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? ഫസൽ അലി കമ്മീഷൻ എന്നും പറയാതെ നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ അത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനാണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയ വർഷം 1956. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? സുകുമാർ സെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.